ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും പ്രതിഷേധം എന്ന് പറയുന്നത് എപ്പോഴും നടന്നു വരുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത തന്നെ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രതിഷേധിക്കാനുള്ള അവകാശം അത് എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ആ പ്രതിഷേധത്തിനെ ഒരു സംയമനത്തോടു കൂടി നേരിടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യുന്നത്. മന്ത്രിമാർക്കെതിരെ ഒരുപാട് പ്രതിഷേധം വരും. കാരണം അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, അവർക്ക് പ്രതിഷേധം അവർക്കെതിരെ വരും. അപ്പോൾ അതിന് സംയമനത്തോടു കൂടി നോക്കിക്കാണുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു തന്ത്രം തന്നെയാണ് അത് ആ രീതിയിൽ. കാരണം ആവശ്യമില്ലാത്ത പേരുദോഷം ഉണ്ടാക്കാതിരിക്കാൻ. പണ്ട് എം വി രാഘവനൊരു അബദ്ധം പറ്റി എന്നുള്ളത് നമുക്കറിയാം. എം വി രാഘവൻ കുറച്ച് സംയമനം കാണിച്ചിരുന്നെങ്കിൽ അവിടെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകത്തില്ല, ഈ സാഹചര്യങ്ങൾ പോലും ഒന്നും ഉണ്ടാകത്തില്ല. എം വി രാഘവൻ ആ കുറച്ചൊരു സംയമനം പുലർത്തിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനെ ഈ പാർട്ടി തന്നെ അതിനെതിരെ പറഞ്ഞവരാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ കാണുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് കണ്ണൂർ എന്തുവായിരുന്നു ഇടപാടെന്ന് എനിക്കറിയില്ല, ഏതാണ്ട് മുഖ്യമന്ത്രിയൊത്തുള്ള ഏതാണ്ട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനോ ഏതാണ്ടൊക്കെ പോയതാണ് എന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ തിരികെ വരാനായിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ചെന്ന ഉടനെ അവിടെ ഈ പ്രതിഷേധം എന്ന് പറഞ്ഞ് ഇത് കേട്ട് മടുത്തിരിക്കുകയാണ്. പിന്നെ KSUവിൻ പ്രതിഷേധം എന്നും പറഞ്ഞ് ഒരു 3-4 പയ്യന്മാർ ഒരു കരിങ്കൊടിയും വീശിക്കൊണ്ട് അവിടോട്ട് വന്നു. ഉടനെ ഒരു 10-35 പോലീസുകാരുണ്ട് അവിടെ ഇവരുടെ കൂടെ. അവരെല്ലാം ചുറ്റും നിന്ന് അവന്മാരെ തടഞ്ഞു. അവന്മാർക്ക് ഈ മന്ത്രിയുടെ പരിസരത്തെത്താൻ പോലും പറ്റിയില്ല. അവന്മാർ ഈ വിളിച്ച് കൂന്ന് നമുക്ക് കേൾക്കാം, പ്രതിഷേധം. അവർ പ്രതിഷേധിച്ചോട്ടെ. അപ്പം മന്ത്രി ചാടി വീഴുന്ന നമ്മൾ കാണുന്നത്. പോടാ ഞാൻ കാണിച്ചു കൊടുക്കാം, യവന്മാരിവിടെ ഉണ്ട്. പറയുന്ന വർത്തമാനം ഒന്ന് കേട്ടോണം നമുക്ക്. ഒരു മന്ത്രി പറയുന്നത്, അതൊരു സ്ത്രീ, യവന്മാരിവിടെ ഉണ്ടെന്ന് കേട്ടോ, എനിക്കറിയാമായിരുന്നു, അവന്മാരെ ഞാൻ നോക്കാം, എന്നെ ഉടനെ ഒരു പാവപ്പെട്ട പോലീസുകാരി, അവർ എനിക്ക് തോന്നുന്ന ഒരു സബ് ഇൻസ്പെക്ടറോ അതുപോലുള്ള ആ ഗ്രേഡിലുള്ള ആരാണ്ടാണ്, അല്ലെങ്കിൽ ASI ഗ്രേഡിലുള്ള ഒരു സ്ത്രീയാണ്, അവർ യൂണിഫോമിലാണ്. അവർ കാല് പിടിച്ച് നിർത്തുമായി മന്ത്രിയെ തടഞ്ഞ്. മന്ത്രി അങ്ങോട്ട് പോയി അടി വാങ്ങിക്കാതിരിക്കാം, പോയി അങ്ങ് വിട്ടിരുന്നെങ്കിൽ പോയി 2 വാങ്ങിച്ചുകൊണ്ട് വന്നേനെ ചിലപ്പോൾ. പക്ഷെ അത് നടന്നില്ല. കാരണം ഇവർ പോലീസുകാരെല്ലാം ഇവിടെ തടഞ്ഞു. അത് കാരണം ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഇവർ ചിരിച്ച് വളരെ ധാർഷ്ട്യത്തോടു കൂടി, അതായത് വലിയ വിജയീ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവന്മാരെ അങ്ങനെ ചേർത്തു, എനിക്ക് നടക്കണ്ടായോ? ഇതെല്ലാം കഴിഞ്ഞ് ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിക്കാനൊക്കെ വന്നപ്പം ഈ SI ഉണ്ടല്ലോ കാല് പിടിക്കുക മാധ്യമപ്രവർത്തകരുടെ, SI മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ. പ്ലീസ് പ്രൊവോക്ക് ചെയ്യരുത്, മന്ത്രിയെ പ്രൊവോക്ക് ചെയ്യരുതെന്ന്. മന്ത്രി പ്രൊവോക്ഡാണ്, മന്ത്രിയെ പ്രൊവോക്ക് ചെയ്യല്ലേ എന്ന്. കാരണം ഇവരുടെ പിടിയിൽ നിൽക്കുന്നില്ല മന്ത്രി, അതാണ് കാര്യം. ഇതാണ് നമ്മൾ കണ്ടത്. ഞാൻ ഇന്നലെ മുതൽ ഇതുവരെ ഉള്ള എല്ലാ വിഷ്വൽസും, കാരണം ഇതിന് സത്യം ഒന്ന് അറിയാൻ വേണ്ടി ഇത് നോക്കിക്കൊണ്ടിരുന്നു മുഴുവൻ. അപ്പോൾ ഈ മുഴുവൻ വിഷ്വൽസും ഞാൻ കണ്ടതാണ്. ആ കണ്ട വിഷ്വൽസിലൊന്നും ഈ മന്ത്രിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിൻ്റെ ഒന്നുമില്ല, യാതൊരു രേഖയില്ല. അവിടുത്തെ ഒരൊറ്റ പടവുമില്ല, ഒരൊറ്റ വിഷ്വലുമില്ല. പിന്നെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV അതിൻ്റെ ഫുട്ടേജ് എല്ലാം അന്നേരം തന്നെ കൈമാറിയിട്ടുണ്ട് റെയിൽവേ പോലീസ്. അതിനകത്തും ഈ മന്ത്രിയെ ആരും ഈ പയ്യന്മാർ മന്ത്രി അടുത്ത് ചെല്ലുന്നതിൻ്റെ പടം പോലും ഇല്ല, ഒന്നുമില്ല. മന്ത്രി ഇങ്ങനെ പ്രൊവോക്ഡ് ആകുകയാണ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മന്ത്രി എന്തിനായി പ്രൊവോക്ഡ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇങ്ങനെ ഒരു യവന്മാരെന്ന് മുദ്രാവാക്യം അവർ വിളിക്കുമല്ലോ, അതല്ലേ അവരുടെ ജോലി, അവർ വിളിക്കണം. SFIക്കാരായിരുന്നപ്പോൾ ആളുകൾ ആരും വിളിക്കത്തില്ലേ? മറ്റേ ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്നപ്പോഴും UDF ഭരിച്ചിരുന്നപ്പോഴും ഒന്നും വിളിക്കുമല്ലോ. ഉമ്മൻചാണ്ടിയുടെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചറിയാമല്ലോ, നെഞ്ചത്തും കല്ല് കൊടുത്തു. അതിന് പറഞ്ഞെന്താ അന്ന് മുഖ്യമന്ത്രി? നെഞ്ചും കൂടുന്ന് പറഞ്ഞ സ്റ്റീലോ ഏതാണ്ടൊക്കെയാണെന്ന് ഉമ്മൻചാണ്ടിയുടെ. ഇത്രയും ഉള്ളതാണെന്ന് വിചാരിച്ചില്ല, ഇങ്ങനെ ഒരു ചെറിയ ഉടുപ്പ് വേണം കള്ളം പറയുന്നതിന് എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളാണ് ഇപ്പം നമ്മൾ വിനീത വിധേയനായിട്ട് ഇന്നലെ ഏറ്റവും നല്ല അഭിനേതാവാം മുഖ്യമന്ത്രി കേട്ടോ. അതെന്താന്ന് ഞാൻ പറയാം.
ഇനി ഇവിടെ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതും കഴിഞ്ഞു, ഈ കലാപരിപാടികളും കഴിഞ്ഞിട്ട് എല്ലാം തീർന്ന് എല്ലാവരും പോയി. ഇവർ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് വരുന്നത്. അപ്പോൾ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ നടന്ന് പടി കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ അവിടെ ഉണ്ടായിരുന്നു. ഈ വന്ദേ ഭാരതിൽ കയറി വരാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഷംസീറിൻ്റെ അടുത്ത് ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് ഷംസീറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കഴുത്തിന് വേദനയായി. അപ്പോൾ കഴുത്തിങ്ങനെ വന്നു, വളരെ വേദന കാണിക്കുന്നു, വളരെ വലിയ ഭയങ്കര പ്രശ്നം കാണിക്കുന്നു. ഈ പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായില്ല. ഇനി ഈ പോലീസുകാരെ കാണാൻ കിട്ടിയ അവസരത്തിന് വെച്ച് താങ്ങിയോന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. കാരണം 2 കിട്ടേണ്ടതായിരുന്നു ഇന്നലത്തെ പ്രകടനത്തിന്. അപ്പോൾ അങ്ങനെ കാണാം അവർ മനന്തൊന്ന് അവർ കാണാൻ അടിച്ചതാണെന്നൊന്നും നമുക്കറിയാൻ വയ്യ. ഇനി എന്തോ ആയിക്കോട്ടെ. ഇത് യഥാർത്ഥത്തിൽ ഒന്ന് പിന്നെ കൈയുടെ അവിടെ ഒരു ചെറിയ പാട് കാണിക്കുന്നുണ്ട്. അത് ഇവർക്ക് 2-3 ദിവസം മുമ്പുള്ള പ്രോഗ്രാമിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഉണ്ടായ സംഭവം അല്ല അതും. അപ്പോൾ കൈ പിടിച്ച് തിരിച്ചു, പെടലിക്ക് അടിച്ചു എന്ന് പറയാൻ, കൈ പിടിച്ച് തിരിച്ചെന്ന് പറയാനാണ് ഈ പരിപാടി ഇറക്കിയേക്കുന്നത്. ഇവരുടെ കയ്യിലൊന്നും ആരും പിടിച്ചില്ല, അത് നമുക്കെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് CPM ഒരു വിഷ്വൽ പുറത്തുവിട്ടു. ഏതോ ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ അയാളുടെ കൈ എങ്ങാണ്ട് ഇവരുടെ കഴുത്തിനെടുത്തി എല്ലുന്നതായിട്ട്. അപ്പോൾ കറുത്ത വസ്ത്രമായതുകൊണ്ട് അത് KSUക്കാരായിരിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നല്ലോ. ഇതങ്ങോട്ട് വിട്ടെ. പിന്നെ അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായി. എല്ലാ ചാനലിലും അത് ഫ്ലാഷ് ചെയ്തു. എല്ലാ ചാനലെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ്, മാതൃഭൂമി അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ഇത് ഇവരുടെ കൂടുള്ള ഗൺമാനാണ്. ഈ ഗൺമാൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വാനിറ്റി ബാഗ് ചുമക്കുക, ഇവരുടെ പിന്നെ ഈ പാൽക്കുപ്പി അല്ലല്ലോ വെള്ളക്കുപ്പി പിടിക്കുക, പിന്നെ ബാക്കി ഇങ്ങനെയൊക്കെയുള്ള ജോലിയും കൊണ്ട് നടക്കുന്നതാണ് ആ പണി. അതെല്ലാം ബാഗൊക്കെ അയാളെ കൊടുക്കുന്ന കണ്ടു. അയാൾ എല്ലാം തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോന്നു. ഇവർ വളരെ ചിരിച്ച് സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. കാരണം വിജയിച്ചല്ലോ. വാടാ പോടാന്നൊക്കെ വിളിച്ച് അവന്മാരെ ഇവരെ വിട്ടില്ല. ഇല്ല എന്നെ വിട് എന്ന് പറയത്തില്ലേ, എന്ന് വെച്ചാൽ എന്നെ അവസാനം വിടാൻ നേരത്ത് എന്നെ വിടല്ലേ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഏതായാലും മന്ത്രിയെ പോയിരുന്നു. ഇത് കഴിഞ്ഞ് ഷംസീറിനെ കണ്ടതിന് ശേഷമാണ് ഈ വേദന വന്നത് ഇവർക്ക് കേട്ടോ. വന്നു ഉടനെ ഷംസീർ തന്നെ മുഖ്യമന്ത്രിക്ക് ഫോൺ ചെയ്യുന്നു. ഇങ്ങനെ വലിയ സംഭവം ഉണ്ട്. ഉടനെ ഫോൺ ഇവർക്ക് കൊടുക്കാൻ മുഖ്യമന്ത്രി പറയുന്നു. ഇവർ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു ഫോണിൽ. മുഖ്യമന്ത്രി അത്രയും റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. കാരണം മുഖ്യമന്ത്രി ഫോണിലാണ്, എന്നാൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. നല്ല കാര്യം. സംസാരിക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ ആൾക്കൂട്ടമുണ്ടായി. അതായത് അവിടെ ഇവർ പ്രതിഷേധക്കാർ വന്നു. ഇതൊക്കെ പറയുന്നു. ഇവരെ കയ്യേറ്റം ചെയ്തെന്നുള്ള ഒരൊറ്റ വാക്ക് പോലും ഇവർ പറയുന്നത് നമ്മൾ കേട്ടില്ല. ബാക്കി മുഴുവൻ അതിനകത്ത് കണ്ടതാണ്. നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. ഇവർ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കഴുത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു ഷംസീർ തീരുമാനം എടുക്കുന്നത്. അതെ, മന്ത്രി യാത്ര ചെയ്യുന്നില്ല, ഇവിടെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. ഉടനെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നോക്കി. കഴുത്തിന് യാതൊരു കുഴപ്പമില്ല. അവർ നോക്കിയപ്പം ഈ കഴുത്തല്ലേ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല, ഇതിങ്ങനെ ഒന്നും വരത്തൊന്നുമില്ല. ഇനി ഇവരുടെ പെടലി അങ്ങനെ വെട്ടിച്ചാൽ പോലും നമുക്ക് കഴുത്ത് കൊടുക്കും ചിലപ്പോൾ. ഇങ്ങനെ അവർ തന്നെത്താൻ ചെയ്താലും അത് അവരുടെ പ്രകടനത്തിൽ നിന്ന് പോലും ഉണ്ടാകാവുന്നതാണ്. സ്പോണ്ടിലൈസിസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വരാം. അത് ആവശ്യമില്ലാതെ കഴുത്തിങ്ങനെ വെട്ടിച്ചാലൊക്കെ അതുണ്ടാവാം. ഇത് കഴിഞ്ഞതിന് ശേഷം ആണ് നേരെ പോയി ആശുപത്രിയിലോട്ട് പോയി. ആശുപത്രി ചെന്നു. അവിടുത്തെ പരിശോധന കഴിഞ്ഞു. പിന്നെ അവിടെ ബാക്കി സർക്കാർ ഡോക്ടർമാരാണെങ്കിലും ഉണ്ടല്ലോ, അവർ ഒരുമാതിരി സത്യസന്ധരായിരിക്കുമല്ലോ. അപ്പം നേരെ അവിടെ പോകത്തില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് ഒരു പാർട്ടി ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടോട്ട് കൊണ്ടുപോയി. അതായത് നമ്മുടെ എന്നാണ് ഇതിൽ പറഞ്ഞതാകട്ടോ. കാരണം അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അവിടോട്ട് കൊണ്ടുപോയി. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ഇനി അവിടെ MRI സ്കാൻ നടത്തണം, മറ്റേത് ചെയ്യണം, ഇത് ചെയ്യണം. ഇത് കാണാവുന്ന ഒരു കാര്യമുള്ളൂ. പെടലിക്ക് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കണ്ടാൽ അറിയാമല്ലോ, അവരെ കഴുത്ത് പരിശോധിച്ചാൽ അറിയാം. ഉടനെ അവർക്ക് അത് ഇനി MRI ആണെന്ന് പറഞ്ഞാൽ നല്ലതേ ഉള്ളൂ. MRI ഒക്കെ ചെയ്യട്ടെ. എന്നിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് എന്തോന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മെഡിക്കൽ ബോർഡൊക്കെ കൂടാൻ പോവാ, വളരെ വലിയ വിശാലമായിട്ട്. ഏതായാലും വരുമ്പോൾ നമുക്കറിയാം. ഇനി അപ്പം ഇവരെ കൊണ്ട് കിടത്തിയേക്കുന്നു. അവിടെ KK രാഗേഷും ജില്ലാ സെക്രട്ടറി ആണല്ലോ, ജില്ലാ സെക്രട്ടറിയും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും കൂടെ അവിടെ വെച്ചിട്ടിരുന്നു. മുഖ്യമന്ത്രി ഇല്ല മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കത്തില്ലേ, അതേപോലെ നിൽക്കും. നല്ല അഭിനേതാവാട്ടോ,
നന്നായിട്ട് അഭിനയിക്കും, ബെസ്റ്റായിട്ട് അഭിനയിക്കും. അത് കണ്ടാൽ മതി. രാകേഷ് പണ്ട് കരയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കരഞ്ഞില്ലെങ്കിൽ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു ഇനി പൊട്ടി കരഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ അത് കണ്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ എം വി ഗോവിന്ദൻ്റെ പ്രസ്ഥാനം വന്നു എന്നാണ്. അങ്ങനെ മന്ത്രിയെ പിന്നെ ശാരീരികമായി അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യം. പക്ഷേ നല്ല അഭിനേതാവേ അല്ല. എം വി ഗോവിന്ദനെ അഭിനയിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, ഒട്ടും. എം വി ഗോവിന്ദൻ്റെ കാരണം ആദ്യം ഈ വായിൽ സങ്കടം വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ അതായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വന്നു. പക്ഷെ കണ്ണ് തിളങ്ങുന്ന ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഈ കണ്ണിനെ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റത്തില്ല, കണ്ണിലെ ഇത് അതിൻ്റെ എക്സ്പ്രഷൻ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം യഥാർത്ഥം വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ബാക്കി പറയുന്നത് കേട്ടോ. എല്ലാവരും എടുത്തിട്ട് അടിക്കുന്നത്. കാര്യം ഈ നാട് കുട്ടിച്ചോറാക്കാനായിട്ട് ഇവരുടെ എല്ലാം കൂടെ ശ്രമമാണ്. കാരണം ഇങ്ങനെ ഒരു കള്ളം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ SFIക്കാരും അതുപോലെ DYFIയും ഒക്കെ ഇറങ്ങി ഈ കണ്ട കോൺഗ്രസ്സുകാരുടെ എന്തെങ്കിലും അവരുടെ കയ്യിൽ ആകെ പഴയ കുറേ കീറ തുണികളും അതും ഇതൊക്കെ ഉള്ളൂ, അതെല്ലാം നുള്ളി കീറുക, അവർ ബോർഡ് വെച്ചേക്കുന്നത് എല്ലാം അടിച്ചു പൊളിക്കുക. അവരുടെ ഓഫീസുകൾ, അതായത് ബൂത്ത് ഓഫീസോ സ്വാഗത സംഘം ഓഫീസോ ഒക്കെ ഉണ്ട്, അതെല്ലാം അടിച്ച് തകർക്കുക, പൊളിക്കുക. ഇങ്ങനെയുള്ള കലാപരിപാടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വേണം. കാരണം ഇപ്പോൾ എന്താണെന്നറിയോ, സതീശൻ്റെ ഒരു യാത്ര നടത്തുന്നുണ്ട്, എന്താ പുതുയുഗ യാത്രയെന്നോ ഏതാണ്ട് പറയുന്ന ഒരു സാധനമാണ്. അതിന് മുമ്പ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഒരു 3 യാത്ര നടത്തി, LDF. അത് 3ഉം പൊളിഞ്ഞു പോയെന്ന് അവർ തന്നെ പറഞ്ഞു. CPI ഒക്കെ അത് പരസ്യമായിട്ട് പറയുന്നതാണ്. അതേതായാലും പൊളിഞ്ഞു പോയി. അപ്പം ഇത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്നറിയേ, ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ വന്നത് ഒരു സിനിമ ഉണ്ടായിരുന്നു, സകുടുംബം ശ്യാമള എന്ന് പറയുന്ന ഒരു സിനിമ. ഉർവശിയും നെടുമുടി വേണുമൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്, സായികുമാറും. അതിനകത്ത് ഈ ശ്യാമള ഉർവശി മന്ത്രിയാവുന്നതാണ്. അതിനൊരു സംഭവം ഉണ്ടായി, ആദ്യം ഇലക്ഷന് മത്സരിപ്പിക്കാനും ഒക്കെ. അതായത് ഒന്നുമില്ല, യാതൊരു കാര്യമില്ലാതെ ഒന്നുമില്ല, ഇതേപോലെ ഒരടിയും കൊണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സുരാജ് വെഞ്ഞാറമൂട് കൂടെ നിന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, അയ്യോ ഇത് പോരാ, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഒരു തലയിൽ ഒരു കെട്ടും. അയ്യോ ഇത് കെട്ടാനുള്ള കാര്യമൊന്നുമില്ല, ഈ ചെവിക്ക് ഒരു ചെറിയ പോറലുള്ള അത് ഇതിങ്ങനെ, അതാരും അടിച്ചതുമല്ല. അയ്യോ അത് വേണം, നിങ്ങൾക്ക് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതാണ് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലാണ് നമ്മളിപ്പോൾ ഈ കഴുത്തിൻ്റെ കെട്ടും എല്ലാം കാണുന്നത്. അതിൻ്റെ ഡിറ്റോ കോപ്പി, അതായത് യഥാർത്ഥത്തിൽ ആ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്തേക്കാണ് ഇവിടെ. ഇതിനകത്ത് ആ സിനിമയിലെ സീൻ കൊള്ളാം, നല്ലതാണ്, അതിരുന്നോട്ടെ. ഇനി ഇത് നമ്മൾ ഇപ്പോൾ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി പറഞ്ഞേക്കുന്ന ഒരു വിവരം, ഇപ്പോൾ ഇത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിളാണ്. എനിക്കൊരാൾ അയച്ചു തന്നാണ്. ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. കാരണം അത് വളരെ അത്യാവശ്യമുള്ളതാണ് ഇതിന് കേട്ടോ. അത് ഒന്ന് കേട്ടോണം, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇത് വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ചു പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കാം. പോലീസാണെങ്കിൽ ഒരു പറ്റും പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരത് നടന്ന സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ചെയ്യൂലി കേട്ടപ്പോ എല്ലാവരും പേടിച്ചു പോയിന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് ചിന്താവാ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടെ 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കൊടുച്ചക്ക ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, ഒരു C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊരു അഭിനയ ദൈവമേ. ഇത് ഞാന് കേട്ടല്ലോ. അപ്പോൾ ഇവന് കുന്തം കുടച്ചക്രം ഈ സഹോദരി പറയുന്നുണ്ട്. ഇനി നമ്മുടെ സജി ചെറിയാൻ്റെ ആരെങ്കിലും ബന്ധുവെങ്ങാണോ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, തമാശയായിട്ട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആ പദങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് പറഞ്ഞാണ്. ഏതായാലും ഇത്
എല്ലാ മീഡിയയിൽ നിന്നും നമുക്ക് കാണാം, എല്ലാ മീഡിയകളും അത് പറഞ്ഞു. ജനങ്ങൾ മുഴുവൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ നാണം കെടേണ്ട കാര്യം ഇവർക്കുണ്ടോ? എം വി ഗോവിന്ദൻ ഇന്നാളൊരു പാവപ്പെട്ട ഒരു ഒരു മൂപ്പിലാനെ വിളിച്ച് കയറ്റി, സ്റ്റേജ് വിളിച്ച് കയറ്റി ഒരു നാടകം കളിച്ചു. അത് കംപ്ലീറ്റ് പൊളിഞ്ഞുപോയി. അയാൾ തന്നെ പാവം എല്ലാം വിളിച്ചു പറഞ്ഞു, അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന്. ഇത് എല്ലാം പറഞ്ഞു, അത് അങ്ങ് പൊളിഞ്ഞുപോയി. അതാ ഞാൻ പറഞ്ഞ അത് പുള്ളി നല്ല നടനല്ല എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബാക്കിയെല്ലാം വലിയ നാടകമാണ്. ഈ നാടകം പൊളിഞ്ഞു. ഈ വളരെ വലിയ നാടകമാണ് നടത്തി, നാടകം പൊളിഞ്ഞു. മന്ത്രിക്ക് ഒരു പരിക്കും ഈ കെ എസ് യുക്കാരുടെ ഭാഗത്തുനിന്നോ ആളുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ചുറ്റും പോലീസുകാരാണ്. പോലീസുകാർ പ്രതിരോധം തീർത്ത് നിൽക്കുകയാണ്. പിന്നെ അടുത്തുള്ളത് ഗൺമാനുമാണ്. വേറെ ആരും മന്ത്രിയുടെ അടുത്തില്ല. ഇതായിരുന്നു നമുക്കെല്ലാം കാണാൻ പറ്റി. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതിന് ഈ മന്ത്രിയോട് ആർക്കും ഒരു സഹതാപവും തോന്നുന്നില്ല. ഇത് കാണുന്നവർക്ക് ഇത് ആളുകൾ കാണണം. കാരണം ഇതേപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കലാപരിപാടികൾ നമ്മൾ ഒരുപാട് കാണണം. കാരണം ഇലക്ഷൻ വരാൻ പോകില്ലേ? അപ്പോൾ ഈ കലാപരിപാടികൾ മുഴുവൻ അരങ്ങേറും. ഇനി നമ്മുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ.